ഇന്നത്തെ നമ്മുടെ ക്ലൈമറ്റാണ് കേട്ടോ. രാവിലെ 6:30. എങ്ങനെയുണ്ട് കുഞ്ഞി? ഒന്ന് ഇപ്പൊ കുറച്ചുകൂടെ ഇറങ്ങിയോ. ഇപ്പൊ ഒന്നും കാണത്തില്ലായിരുന്നു മുമ്പേ. ഇനി മഞ്ഞ് കയറി വരുന്നുണ്ട്. അതേ കയറി വരുക. ഇത് എന്തുവാ ഇത്? താഴോട്ട് പോയിക്കാം, അമ്പലത്തിന്റെ അവിടെ. അടിപൊളിയല്ലേ? നല്ല രസമല്ലേ? അമ്പലം കണ്ടോ? ഒന്നും കാണത്തില്ലാത്ത പോലെ. ആ ചുവന്നിരിക്കുന്ന ആ ഒരു പെയിന്റ് അടിച്ചേക്കുന്നതുകൊണ്ട് മാത്രം അത് മാത്രം കാണാം. നമുക്കൊന്ന് നടന്നേച്ച് വന്നാലോ വെച്ചേ? മഞ്ഞത്ത് പോണോ? പോയിട്ട് വരാപ്പാ. അവനെ വിളിച്ചോ? ഇല്ല, ചേട്ടാ എഴുന്നേക്കത്തില്ല. ആണോ? ഞാൻ ചോദിച്ചു അവനോട് വരുന്നു. എടാ മഞ്ഞാ വരുന്നോന്ന് ചോദിച്ചു. നടക്കാൻ പറഞ്ഞു. ഞാനില്ല, എനിക്ക് തൊണ്ടവേദനയാണ്. പോവാല്ലേ? പോയേക്കാ. ഇത് എന്തുവാ? കട്ട മഞ്ഞൊക്കെ അല്ലേ, ചുമ്മാ ക്യാരംസ് ഒക്കെ കളിച്ചൊന്ന് ചൂടായിട്ട് പോവാം. അത് കൊള്ളാലോ. അതാകുമ്പോ വിരലൊക്കെ ഒന്ന് ചൂടാവൂലോ. അത് ശരിയാ. ചൂടാവട്ടെ. പോയേക്കാം. പോയി നടന്നിട്ട് വരാം. നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയ പിന്നെ ഇത്രയും കട്ടമഞ്ഞ ആദ്യം അല്ലേ? ആദ്യോ. അതെ. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഫോട്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മളിപ്പോ ഈ മഞ്ഞത്ത് ഇതിപ്പോ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം. അപ്പൊ ഞാൻ സ്റ്റാറ്റസ് ഇടാൻ പോകും കേട്ടോ. ഇപ്പൊ ഫേസ്ബുക്കിലും വരും. 5 മിനിറ്റ് കഴിയുമ്പോ ഇപ്പൊ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയിട്ട് വരും. കുഞ്ഞി, മഴയായിരുന്നോണ്ടേ, ഭയങ്കര മഴയല്ലായിരുന്നോ? മഴയായിരുന്നോണ്ട് ഇത് കണ്ടോ, ഇവിടുത്തെ മുഴുവൻ മറ്റേ ആലിന്റെ ഇലയെല്ലാം വീണ് കിടക്കുക. കട്ട മഞ്ഞ് കാരണമേ ഇതുണ്ടോ, വഴികളെ വരുന്ന ഒരു സാധനവും കാണത്തില്ല. ഇഷ്ടം പോലെ പണിക്കാർ വണ്ടി ഇപ്പം വരും കേട്ടോ. പണിക്കാർ വണ്ടി വന്നിട്ട് അത് കണ്ടോ, ആ കടയുടെ ഭാഗത്തോട്ട് നോക്കിയാണ്ടോ ആൾക്കാർ ഇഷ്ടം പോലെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ. രാവിലെ വന്നിരുന്ന് ഫുഡ് കഴിച്ചിട്ട് പണിക്ക് പോകാനിരിക്കുന്നവരാ അത്. ഇവരൊക്കെ അതുകൊണ്ടോ വണ്ടി വരുന്നുണ്ടോ? വണ്ടിയൊന്നും വരുന്നത് കാണത്തില്ല. അവിടുന്ന് അടുത്തടുത്ത് വന്നാലേ അറിയത്തുള്ളൂ. 2-3 വണ്ടിയൊക്കെ ഒന്നിച്ച് വരുമ്പം രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണാനൊക്കെ. വെട്ടമൊക്കെ കുറവല്ലേ? ഈ റോഡേ നടക്കാൻ പോണോ? റോഡേ ഒന്നും പോകണ്ട, വാ വീട്ടിൽ പോ. നമുക്ക് മൊശപ്പാറ വരെ നടന്നിട്ട് വരാം. ബൗണ്ടറി സൈഡല്ലേ, നമുക്കൊന്ന് പോയി നോക്കാം. എങ്ങനെയുണ്ട്? അവിടുന്ന് തമിഴ്നാട് കാണാമെന്ന് നോക്കിയിട്ട് വരാമേ. ഞാൻ പോയി സ്കൂട്ടി എടുത്തോണ്ട് വരാം. അയ്യോ, നടന്നു പോണം. വേണ്ട, വണ്ടികൾ എത്രയാണോ വരുന്നത് കണ്ടോ, ഇതെല്ലാം പണിക്കാരെ കൊണ്ട് വരുന്ന വണ്ടികളാണ്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഏലക്കായ എടുക്കാനായിട്ട് രാവിലെ ആളുമായിട്ട് ഇങ്ങ് പോരും. ഇതുണ്ടോ, സ്കൂട്ടർ റൈഡർകാർ പോകുന്നുണ്ടോ? ഇതുണ്ടോ, അടുത്ത വണ്ടി വരുന്നുണ്ടോ? ഇത് പുതിയ ഏലം വെക്കാനായിട്ട് ഇപ്പം മണ്ണെല്ലാം റെഡിയാക്കി ഇട്ടേക്കുന്ന ഹിറ്റാച്ചിക്ക് കിളച്ച് പറമ്പെല്ലാം റെഡിയാക്കി നല്ല അടിപൊളിയാക്കി ഇട്ടേക്കുക. സെറ്റാക്കി വെച്ചേക്കോ, ഇനി ഇട്ടാ മതി. ഇത് മഴയുള്ളതുകൊണ്ടേ ഈ സമയത്തൊന്നും മഴ കിട്ടുന്നതല്ല. ഇതിപ്പോൾ ഒരു 6-7 മാസമായിട്ട് നല്ല മഴയുണ്ടാവും. ഈ പ്രാവശ്യം നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അതെ, സൂപ്പർ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇതിപ്പോ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട്. ആണോ? കൊള്ളാം അല്ലേ? അല്ലേ? മഴ അടിപൊളി സെറ്റല്ലേ? നല്ല രസമല്ലേ കാണാൻ? കണ്ടോ, അവിടുന്ന് അങ്ങുന്നൊരു വണ്ടി വരുന്നുണ്ട്. അത് കാണാവോ? 1 അല്ല 2, 3 എണ്ണമാണ് വരുന്നത്. കണ്ടോ, അവന്മാർക്ക് കാണത്തില്ലാത്തതുകൊണ്ട് ഇവന്മാര് പയ്യ വരുന്നത് കേട്ടോ. പിന്നെ ഉമാറിന്റെ പോക്കൊക്കെ അറിയാലോ വണ്ടിയുടെ. ഇല്ലെങ്കിൽ ഇവന്മാര് പറന്ന വരുന്നത്. നല്ല രസമുണ്ടല്ലേ ഈ പള്ളി കാണാനായിട്ട്? ഒരു ചെറിയ കുരിശുപള്ളി, നല്ല മഞ്ഞിനകത്ത് കുളിച്ച് നിൽക്കുമോ. ഇതിനെല്ലാം മഞ്ഞ ലൈറ്റ് കൊടുക്കണം. ഇതെല്ലാം മഞ്ഞ ലൈറ്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കും വരുന്നുണ്ടെന്നറിയാം. അതെ വരുന്നുണ്ട്. കണ്ടോ, സെന്റ് ജോൺസ് കട്ടപ്പനക്കുള്ള വണ്ടിയാ. ഇതെന്നാ ഈ പ്രത്യേക തരം വാഴക്കൊല ഇങ്ങനെ ഇരിക്കുന്നേ? ഇതാണ് സുന്ദരി വാഴ. എങ്ങനെയുണ്ട്? കൊള്ളാം. അടിപൊളി വാഴക്കൊലയല്ലേ? അപ്പുറത്ത് വേറൊന്നുണ്ടോ? കണ്ടോ, മഞ്ഞ് കാരണം ഒരു രക്ഷയില്ല അല്ലേ? പോയേക്കാം. ഇതുവഴി നേരെ പോകുന്നത് തണ്ണിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഇതുവഴി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തമിഴ്നാടിന്റെ ബൗണ്ടറി അല്ലേ? തമിഴ്നാടിന്റെ ബൗണ്ടറി സ്ഥലമാണിത്. ഇതാണ് മൊശപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോടെ നമ്മൾ കയറുന്നത്. വലത്തെ സൈഡ് തമിഴ്നാടിന്റെ ഫോറസ്റ്റാണ്. ഇതിപ്പോ തമിഴ്നാട്, ഇത് കേരളം. ഇത് തമിഴ്നാട്, ഇത് കേരളം. മേഡം ഒന്ന് പെട്ടെന്ന് പോയി തമിഴ്നാട്ടിൽ പോയിട്ട് തിരിച്ചു പോരെ. ഞാനിപ്പോ തമിഴ്നാട്ടില്ല.
കേരളത്തിലായി. ഈ ഒരു ബൗണ്ടറി സൈഡിലുള്ള ഒരു വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ആ നല്ല രസമല്ലേ? മഞ്ഞെല്ലാം കൂടെ വന്ന് മൊത്തം മഴ പെയ്തുകൊണ്ട് ഫുള്ള് ചെളിയായി. അതെ അതെ, ഞാൻ ഷൂ ആയിട്ട് അച്ഛൻ ഷൂ ആയിട്ട്. കുഞ്ഞി, ഇതാണ് നമ്മളെപ്പോഴും വരുന്ന മോശപ്പാറയല്ലേ? അതെ, പക്ഷേ ഈ മോശപ്പാറ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വ്യത്യസ്തമായിട്ടുണ്ട്. താഴെ കണ്ടോ? താഴെ കാട്ടുകോഴിയൊക്കെ കരയുന്ന ഒച്ച കേട്ടോ രാവിലെ? താഴെ തമിഴ്നാടിന്റെ മറ്റേ നമ്മളെപ്പോഴും പോകുന്ന വളവല്ലേ? ആ, ഈ വനത്തിനകത്തൂടെ താഴെ കമ്പത്തോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മൃഗങ്ങളും ഉണ്ട് കേട്ടോ. അതെ, പന്നിയുണ്ട്, കേഴയുണ്ട്, മ്ലാവുണ്ട്, കാട്ടുകോഴിയുണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. പുലിയുണ്ട്. പുലിയും കാണും. പുലിയുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടില്ലേ? ആണോ? പുലിക്ക് വായിക്കാൻ അറിയത്തില്ലല്ലോ. അതെ അതെ, ഇതുണ്ടോ ഈ ഇതിന്റെ ഇലകൾ കണ്ടോ? ഈ എല്ലാത്തിലും ഓരോ ഇലകളെ പേരുണ്ട്. മുഴുവൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. വന്നത് അറിയിക്കാൻ വേണ്ടി. കൊള്ളാലോ. ഇത് പേര് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമാവും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലേ. അതെ അതെ, അതുകൊണ്ട് പേര് പറയണ്ട. എല്ലാത്തേലും ഉണ്ട്. ഇത് എന്നാ ഐഡിയ? ഇത് ബോൾസ് പോലത്തെ ഒരു ചെടിയാണ്. ഇതിൻ്റെ വലുതുണ്ട് ബോൾസ്, നമുക്ക് നാട്ടിലുണ്ട്. ഇത് കാട്ടിലെയാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അത് തന്നെ സാധനം. നല്ല പൂവല്ലേ? താഴോട്ടിറങ്ങി പോണോ? താഴോട്ട് പോയാൽ പിന്നെ കിട്ടുമോന്ന് അറിയത്തില്ല. അതുകൊണ്ട് പോകണ്ടല്ലേ? അതെ അതെ, എന്റെ കാലെ തൊട്ടാപ്പുഴു കേറി. തൊട്ടാപ്പുഴുവോ? തൊട്ടാപ്പുഴു അല്ല, തോട്ടപ്പുഴു. തോട്ടപ്പുഴു അത് കേറി. ആണോ? ഞാനുണ്ട് സോക്സിന്റെ അകത്താ കേറി. സോക്സിന്റെ അകത്തൊന്നും കേറി കാണുകയില്ല, പോളാന്ന്. കേറി. ആണോ? ബാക്കി വിശേഷങ്ങൾ കാണാം. ഇങ്ങനെ പോകുമ്പോ ഉണ്ടല്ലോ, തോട്ടപ്പുഴുവിനെ കളയാനായിട്ട് ഒരു മാർഗം ഉണ്ട്. എന്നാന്നറിയാവോ? ഉപ്പ് കൊണ്ടുപോയാൽ മതി. ഉപ്പ് പറ്റി അന്നേരം ഇത് ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ ചുക്കയുണ്ട്, ചുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഡിക്കകത്തൊക്കെ വരുന്ന സാധനം. അതിൻ്റെ മണം അടിച്ചാലും ഇത് പെട്ടെന്ന് പോകും. തേച്ചാൽ മതി. എന്നാൽ നമുക്ക് നേരെ വീട്ടിൽ പോയി വീട്ടിലെ കാഴ്ചകൾ കാണാം അല്ലേ? കാണാം. ഇന്ന് കിച്ചണിൽ ആരും ഇല്ല. കിച്ചണിൻ്റെ ഇൻചാർജ് ഫുള്ള് ഞാൻ. അപ്പം നമുക്കിന്ന് X65 ഉണ്ടാക്കാം. നമുക്കൊരു 5 മുട്ട പുഴുങ്ങിയെടുക്കാം. പൊട്ടിയത് കുഞ്ഞിക്ക് കൊടുക്കാം. പൊട്ടി ചേട്ടാച്ചനെ. ഒട്ടില്ല. അതെ അതെ അതെ, പുഴുങ്ങാൻ വെക്കാം. തീ എത്തിച്ചു കൊടുക്കണം, അടുപ്പത്തേക്ക് വെക്കണം. ഇനി അത് ഇവിടെ നിന്ന് പുഴുങ്ങിയിട്ടല്ലേ അടുത്ത പരിപാടി? അത് പുഴുങ്ങുമ്പോഴത്തേക്കും കുറച്ചുകൂടി സാധനമുണ്ട്, അത് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞിട്ടെടുക്കുക. നമ്മുടെ ഇരയിലോട്ട് വിളിക്കാത്ത ഒരാൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് നിൽക്കുന്നു. ഞാൻ ഗെറ്റ് ഔട്ട് അടിച്ചാൽ പോകുന്നില്ല. ഞാൻ ഒന്നും പറയുമല്ല, ഇവിടെ അനങ്ങാതെ നിൽക്കുള്ളൂ. അനങ്ങാതെ നിന്നോണം. അഭിപ്രായം പറയാൻ വന്നാലാ. എന്നതാ എന്നാ ഉണ്ടാക്കുന്നേ? X65. അതൊക്കെ ഉണ്ട്, ഉണ്ടാക്കി തരാം. എന്തുവാടെ? ഈ ചിക്കൻ്റെ ഫാക്ടറി ആണല്ലോ എഗ്ഗ്. എന്നാ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? അത് ഞാൻ കമന്റ് ബോക്സിന് വിട്ടുകൊടുത്തു. അതെ, ഈ എന്നെക്കാട്ടിലും ബുദ്ധിയുള്ളവർ അവിടെ ഉള്ളവർ, അവര് പറയും. വേണം ചലഞ്ച് ആയിട്ട് എടുത്തു. സമ്മതിച്ചല്ലോ. എന്നാ അമ്മ പറ, ആരാദ്യം ഉണ്ടായത്? തീർച്ചയായിട്ടും കോഴിയായിരിക്കും. മുട്ട ഉണ്ടായല്ലേ കോഴി ഉണ്ടാവത്തുള്ളൂ. മുട്ട തന്നെ ഉണ്ടായതായിരിക്കുമല്ലോ. അപ്പോൾ ഉള്ളതിൽ അത്യാവശ്യം സൈസുള്ള വെളുത്തുള്ളി നോക്കിയിട്ട് തൊലി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇഞ്ചിയും കൂടെ വേണം. ഇഞ്ചി ഇതേതോ? ഞാൻ ഒന്നും ചെയ്യല്ല, ഞാൻ അത് ചീറ്റിങ്ങാ. എന്നാ എനിക്ക് ഇഞ്ചി കൂടെ അറിയത്തില്ല. എന്നാ കണ്ടുപിടിച്ചോ. ഈ അടുക്കളയിൽ എവിടെയോ ഉണ്ട്, കണ്ടുപിടിച്ചോ. ഇപ്പൊ ചെറിയ ചൂടുണ്ട്. കണ്ടു 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 നിന്റെ കണ്ണ് ഇപ്പൊ എങ്ങോട്ടാ പോയത്? അവിടെ തന്നെ ഉണ്ട്. അവിടെയല്ല, ഇങ്ങോട്ട് തിരിഞ്ഞിട്ട്. നീ കണ്ടായിരുന്നിപ്പോ. ഒന്നൂടെ ഒന്നൂടെ ഇങ്ങോട്ട് തന്നെ ഒന്നുകൂടെ നോക്ക്. ഇല്ല, കണ്ടോ? ഇല്ല. അവിടെ ഒരു കവർ ഇരിക്കുന്ന കണ്ടോ? സവോള ഒന്നും വേണ്ടേ? സവോളയും ക്യാപ്സിക്കും ഒക്കെ വേണ്ടേ? പക്ഷെ ഇപ്പഴില്ല, കുറച്ചുകൂടി കഴിഞ്ഞു. ഇതുണ്ടോ, ഇനി നല്ല കപ്പളങ്ങാപ്പഴം നന്നായിട്ട് പഴുത്തില്ല, അതുകൊണ്ടേ കടിക്കുമ്പോൾ ഇച്ചിരി കട്ടി കൂടുതലുണ്ട്. വെയിലായിരുന്നുണ്ടെന്ന് ഒരുമാതിരി വാടി പോട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് പ്രൊഫഷണൽ ഷെഫൊക്കെ
ഇതിന്റെ തൊലി കളയുന്ന ഇഞ്ചിയുടെ എന്നെ പോലെ. അതെ ഞാനല്ലേ പഠിപ്പിച്ചേ. ഞാൻ കണ്ടിട്ടില്ല ഇവൻ ഇതിന്റെ തൊലി ഒന്ന് കളയുന്നത്. കള്ളം പറയുന്നല്ലോ. എന്റെ ഗുരു അല്ല, എന്റെ ഗുരു അല്ലല്ലോ, ശിഷ്യനായോണ്ട് പറയുമല്ലോ. ഏത് വകയില്? അതെ അതെ, കള്ളം പറയാൻ എന്റെ ശിഷ്യനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിലും ഗുരു നീയാണോ? എന്നാ നീ ഒന്ന് വിളിക്കും. അതാ കാശ്. അല്ലേ കോച്ചസ് ഡോണ്ട് പ്ലേ. കോച്ചസ് ഡോണ്ട് പ്ലേ. നിങ്ങളുടെ പഴഞ്ചൊല്ലൊക്കെ പുതിയത് ഉണ്ടാക്കുന്ന. നമുക്ക് ഇഞ്ചി എല്ലാം കൂടെ ഇതിനകത്തോട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിടാം. അപ്പം ഇത് പേസ്റ്റ് ആയിട്ട് വരുമ്പം ഒരു എന്താ കുഞ്ഞ് ഇതായിട്ട് വരും, ഫൈനായിട്ട് വരും. നല്ല വേസ്റ്റ് ആക്കി എടുക്കണോ? ആ, അതിലിട്ട് അടിച്ചാലും മതി. അടിക്കുമ്പോൾ എന്തോ ഫൈബർ ഇങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിലിട്ട് ഇടിച്ചു നോക്കാം. എന്നാ കല്ലിട്ട് നന്നായിട്ട് ചതച്ചാൽ മതിയാ. അന്നേരം ഇങ്ങനെ വലിയ ഫൈബറായിട്ട് വരത്തില്ലേ? അത്രയും വേണ്ട, കുഞ്ഞു കുഞ്ഞിതായിട്ട് മതി. അത് നല്ലപോലെ ചതച്ചാൽ മതി. ഉണ്ടാക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇടിച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കോൺഫ്ലോറും അല്ല മൈദയും അരിപ്പൊടിയും കൂടെ എടുക്കണം. അരിപ്പൊടി കുഴയ്ക്കുമ്പോൾ ഒത്തിരി ആയി വരും കേട്ടോ. ആ, ഒത്തിരി വേണമല്ലോ, അത്രയും വരില്ലേ. കുറച്ച് പൊടി എടുത്താലും വെള്ളം ഒഴിച്ച് കുഴച്ച് കഴിയുമ്പോൾ അത് ഒത്തിരി ആവും. ഞാൻ മാത്രം പണിയെടുക്കുന്നത് വൺ മാൻ ഷോ പോലെ ഇപ്പോൾ. അപ്പം മുട്ട പൊളിക്കുന്ന ഡ്യൂട്ടി നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം. ഞാനെല്ലാം ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെയല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ LPR ഒക്കെ ഉണ്ട്. ഉണ്ടേ, ഇത് കുറച്ചേ ഉള്ളൂ, അതും കൂടെ അത് വേണ്ടതാ. അത് നനയ്ക്കുമ്പോൾ കണ്ടു ഒത്തിരി ആവും. എന്നെ ഇട്ടെ, അരിപ്പൊടി ഇട്ടു, മൈദയും കൂടെ. എന്താ വേണോ? അട ഉണ്ടാക്കാൻ പോവാണോ? അട മുട്ട വെച്ച് അതൊക്കെ കണ്ടോ? ലാസ്റ്റ് ഇത് തിന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ പറയും, വാ സ്വർഗം, ഇങ്ങനെ പറയണം. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മുട്ടയും എല്ലാം കൂടിയിട്ട് ഇളക്കിയിട്ട് ദോശക്കല്ലേ പരത്തി. ഇല്ല, ഇത് വറുത്തെടുക്കും. ആ, ഇത് നമ്മുടെ മുട്ട പൊളിക്കുന്ന മെഷീൻ. മുട്ടയെന്ന് കേട്ടപ്പോഴേ അവിടുന്ന് കുഞ്ഞി ഓടി ഇവിടെ എത്തി. കുഞ്ഞി ബൈ. ഞാൻ കഴിഞ്ഞ ദിവസേ കുരുമുളക് നിർത്തിയപ്പോ ഇവ എന്നെ ബായി എന്ന് വിളിച്ചു. ആ, അല്ല ബായിയാ, അങ്ങനല്ല. क्या भाई काम करो, कितना पैसा चाहिए? 50 जास्ती है पैसा नहीं. വേണമെങ്കിൽ ഒരു മുട്ട തരാം, പൈസ नहीं. ജൽദി കാം കരോ. ഡേ ഇന്നെങ്ങാനും വല്ലതും റെഡി ആകുമോ? ഇപ്പൊ ശരിയാക്കി തരാം. ഇതിനകത്ത് നീ എന്താ ഇടേണ്ടത്? ഇനി പച്ചമുളക് അരിഞ്ഞിടണം, കറിവേപ്പില അരിഞ്ഞിടണം, പിന്നെ മറ്റേ മസാല ഇടും, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. സത്യത്തിൽ നീ ഇത് എന്തിനുള്ള പരിപാടിയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതുണ്ടല്ലോ, ഞാൻ ഒരു സത്യത്തിൽ പറഞ്ഞാൽ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പാ. പേരിടണം. പേരുണ്ട് X65. അല്ല, അങ്ങനെ സംഭവം ഉണ്ട്. ഇത് ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു ഇതാ. കഴിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ദൈവമേ, നീ കഴിച്ചു നോക്കിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴിക്കാൻ ഞങ്ങൾക്ക് സമയവും ഇല്ല പരീക്ഷിക്കാൻ. പരീക്ഷണത്തിനകത്ത് കൂടുതൽ കുഞ്ഞി മുട്ട പൊളിച്ച് തീരാറായി കേട്ടോ. ബായ് തീർന്നു. ബായ് അവനവന്റെ പണിയെല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പരിപാടി തന്നെ. ഞാൻ തൊട്ടൊരു പച്ചമുളക് കഴിഞ്ഞിട്ടെ, കരിവേപ്പിലയും കൂടി ഇട. ഒരെണ്ണം മതി, അതായത് മൂത്ത പച്ചമുളക് നല്ലപോലെ എരിവായിരിക്കും. മുളക് പൊടി ചേർക്കുമോ ഇതില്? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇടും. ആണോ? എങ്കിൽ പച്ചമുളക് ഇത് മതി, മൂത്ത മുളക്. അരിയണോ? ഇതും കുറച്ച് മതിയായിരിക്കും, കുറച്ച് അരിഞ്ഞിട്ടാ മതി. ഇത് വേണോ? മറ്റേ സവോളയൊന്നും വേണ്ട. വേണ്ടേ? ഇനി എന്താണ്? ഈ മുട്ട അരിയണം, മുട്ട കുഞ്ഞ് ക്യൂബ് ആക്കണം. പിന്നെ ഉണ്ണി നമുക്ക് വേണ്ട. ഉണ്ണി വേണ്ട. എന്നാടേ ജിമ്മന്മാർക്കെല്ലാം മുട്ടയുടെ ഉണ്ണി അലർജിയാണോ? അല്ല, അത് ഞാൻ കഴിക്കും, പക്ഷെ ഇതിൻ്റെ അകത്ത് ഉണ്ണി വേണ്ട. അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്ന, അത് മുട്ട ഇരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെയാണ്. ഉണ്ണി റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിന് എന്നെ കുഞ്ഞിക്ക് റീസൈക്കിൾ ചെയ്യുന്ന ഒരു മെഷീൻ ഇവിടെ ഉണ്ട്. കുഞ്ഞിക്ക് തിന്നാൻ കൊടുക്കാം. ഒട്ടും വേണ്ട. വേണം. ഉണ്ണിലെസ് പൊടികളിടട്ടെ.
പറയണേ. മഞ്ഞപ്പൊടി ഇല്ലേ? മഞ്ഞൾപ്പൊടി അളവ് പറയണമെന്നാണ് പറഞ്ഞത്. അളവ് മുളക് പൊടി അളവൊന്നും ഇല്ല, ഒരു ഇതിന് മതിയോ? കേട്ടോ. ആ മതിയായിരിക്കും അല്ലേ? കുറച്ചുകൂടി ഇട്ടു. എരി വേണമെങ്കിലോ? കളർ വേണ്ടേ? എരി കൂടിപ്പോ തന്നെ. ഇനി മല്ലിപ്പൊടി വേണോ? മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് മതിയായിരിക്കും. ഉം. ഇങ്ങനെയും ഇനി നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും സാധിച്ചില്ലേ, അതും കൂടി ഇടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. ഇനി ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചിട്ട് ഇത് മൊത്തം ഇളക്കി എടുക്കാം. ഇനി മുട്ട പൊട്ടിച്ച് വയ്ക്കാനോ? എത്ര മുട്ടയായിരുന്നേ? 6 മുട്ട. ഇനി ജിമ്മന് 2 ദിവസത്തേക്ക് മുട്ടയില്ല കേട്ടോ. ഇത് ഞാൻ മാത്രമല്ല തിന്നുന്നേ, അതൊരു പോയിന്റ്. അത് ശരി. ഇത്രയും മുട്ട വാങ്ങിച്ചു വെച്ചിട്ട് മുട്ടയില്ല. എനിക്കും വേണേ. ഇതിനകത്തോട്ട് ഒഴിക്കട്ടെ? ഒഴി. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നനയ്ക്കാം, എങ്കിലേ അരിപ്പൊടിയൊക്കെ കുതിർന്ന് വരത്തുള്ളൂ. ഇതെന്നിട്ട് എങ്ങനെ ഉരുട്ടി അതിൻ്റെ അകത്തിരുവോ? ഇത് കുറച്ചുകൂടി ഞെക്കിയിട്ട് അതിൻ്റെ ഒരു ഇത് വേണം. ഈ മുട്ട ഇങ്ങനെ ഇരിക്കില്ലേ, മുട്ട നമ്മൾ എന്താ മുട്ടയൊക്കെ പേസ്റ്റ് വരണം. അതിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അതിൻ്റെ ഒരു ഷേപ്പിലോട്ടാക്കി എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി. അമ്മയെ ഷേപ്പ് പറഞ്ഞാക്കി. ഞാൻ ഇങ്ങനെയാക്കി. ഇതേ മറ്റേ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിലേ അതിൽ മുക്കിയിട്ട് എടുത്താലും നല്ലതായിരിക്കും അല്ലേ? കട്ട്ലറ്റ് പോലെ. നല്ലതായിരിക്കും. ബ്രെഡ് തീർന്നു പോയല്ലേ? അപ്പൊ നമുക്കില്ലാതെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഷെഫ് ബുദ്ധിപൂർവം മാറി നിൽക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇതിന്റെ സെറ്റപ്പ് വറക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത്ര ആക്കി വന്നപ്പം ഗോപിക്ക് എന്നാ ചെയ്യേണ്ടെന്നൊരു ഐഡിയ ഇല്ലാതെ പോയത്. അതെ, ഈ നമ്മള് വറക്കുന്ന എക്സ്പേർട്ട് അല്ലല്ലോ. എനിക്ക് കുഴയ്ക്കാനും തേക്കാനും ഒക്കെ അറിയത്തുള്ളൂ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് അതിനുള്ള സോസും കൂടെ ഉണ്ടാക്കാം. അതിന് ഇതെല്ലാം വറുത്ത് കോരിയെടുത്തേ. അതിനുള്ള സോസും കൂടെ ഉണ്ടാക്കാം. അതിന് ഒരു പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഇട്ടാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് സോസും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി ഇട്ടമ്മേ കേട്ടോ. പുരട്ടെ ഇളക്കി സെറ്റാക്കി എടുക്കാം. എല്ലാവരെയും വിളിച്ചോണ്ട് പോവനി. അപ്പോൾ ബോപ്പിയുടെ സ്പെഷ്യൽ X65. എങ്ങനെയുണ്ടെന്ന് നോക്കിയാ കുഞ്ഞി, കഴിച്ചു നോക്കി. ഞാൻ ആദ്യമായിട്ട് കഴിക്കാം കേട്ടോ, ഞാനിത് കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നു. ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നാ കഴിക്കാം. അപ്പൊ ഞങ്ങളെല്ലാം കഴിപ്പിച്ചത് നീ കഴിക്കാണ്ടിരിക്കുവായിരുന്നു. ഏറെക്കുറെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. വളർന്നു വരുന്ന ഒരു പാചകക്കാരനായിക്കോളൂ അല്ലേ? അതെ അതെ, വിചാരിച്ചോലല്ല, കൊള്ളാം. പിന്നെ എഗ്ഗാണെന്ന് കേൾക്കുമ്പോ കുഞ്ഞി കൊള്ളാം, ശരിക്കും കൊള്ളാം. എൻ്റെ അമ്മച്ചി കഴിച്ച് നോക്കിയിട്ട് അങ്ങനെ ഉണ്ട്. അയാൾക്ക് നല്ല കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി സാധനമാണ്. ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ളപ്പോ സമയത്തല്ലേ? ചൂട് ചൂട് കടിഞ്ചായ 2 ദിവസമായിട്ടേ എന്നാ മഴ, ഇന്നലെ ഇന്നും തണുപ്പ കയറി, നല്ലപോലെ തണുപ്പം കയറി, മഞ്ഞ് കാരണം ഒരു രക്ഷയില്ല. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.